മഹാമാഘം നടന്നതോടുകൂടി വലിയ രീതിയിൽ ഒരു ഹിന്ദുത്വ ഏകീകരണം നടന്നുവെന്ന് രഹസ്യമായിട്ടെങ്കിലും ഇടതുപക്ഷ ആ, ഹാൻഡിലുകൾക്കൊക്കെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ഏകീകരണം ഈ ഒരു മതേതര കേരളത്തിൽ നടത്തേണ്ട അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ജമാഅത്തെ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കൊക്കെ ബദലായിട്ടാണ് ഇത്തരത്തിലൊരു ചിന്ത പോലും വരുന്നത്. അങ്ങനെയാണോ ഇതിനെ നേരിടേണ്ടത്? അതിൽ അടിസ്ഥാനപരമായ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനയുടെ ലക്ഷ്യത്തിനോ പ്രഖ്യാപനത്തിനോ ബദലായതല്ല ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്നത്. അത്തരം സംഘടനകൾ, ജമാഅത്ത് പോലെയുള്ള സംഘടനകളുടെ ഈ മത ഏകീകരണം എന്ന് പറയുന്നത് മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ലക്ഷ്യമാണ് എല്ലാ രാജ്യങ്ങളിലും ഒരു പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ്. ഈ അടുത്ത നാളിൽ അത് പുനഃപ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മതരാജ്യം എന്നുള്ളതാണ് ലക്ഷ്യം. ഹിന്ദുക്കൾ ഏകീകരിക്കണം എന്ന് പറയുന്നത് മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം ഏകീകരിക്കാത്തിടത്തോളം കാലം ഛിന്ന ഭിന്നമായി പല പല പേരുകളിൽ വ്യത്യസ്തമായ ആക്ഷേപങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ആയിട്ട് നിൽക്കുമ്പം അത് രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഉണ്ടാവുന്നു എന്നുള്ളത് ഈ സമീപകാലത്തെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണ്. അടുത്ത കാലത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി അടുത്ത കാലത്ത് പറഞ്ഞ അനുഭവങ്ങളും അതൊക്കെ തന്നെയാണ്. രാഷ്ട്രീയമായി നിലനിൽക്കാൻ യോഗ്യതയില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമൂഹമായി ഹിന്ദു സമൂഹത്തിനെ കണക്കാക്കുന്നു. കാരണം എന്താണ്? അത് സംഘടിത വോട്ടല്ല. അപ്പോൾ ഇത് സംഘടിത വോട്ടിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതല്ല. മഹാമാഘത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമല്ല. ഹിന്ദു ഏകീകരണം എന്ന് പറയുന്നത് എപ്പോഴും വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഉപയോഗിക്കുന്ന ആയുധം എന്താ? ജാതി, വർണ്ണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനതീതമായി ഇപ്പോൾ അവിടെ ഞാൻ പോയിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അവിടെ എല്ലാ തരത്തിൽപ്പെട്ട വിഭാഗങ്ങളിലും പെട്ട ആചാര്യന്മാരും അവിടെ സന്നിഹിതരാകുന്നുണ്ട്. എല്ലാ തലങ്ങളിലും പെട്ട പൂജാവിധാനങ്ങൾ നടത്തുന്നുണ്ട്. അനേകം സമ്പ്രദായങ്ങളുണ്ടല്ലോ ഹിന്ദു സമൂഹത്തിൽ തന്നെ, സാമുദായികമായിട്ടല്ല, അല്ലാതെ തന്നെ അനേകം സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളുടെ ഒക്കെ ആൾക്കാർ അവിടെ വരികയും അവരുടേതായ പൂജയോ യജ്ഞമോ യാഗമോ എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അനേകം തരം സന്യാസ സമ്പ്രദായങ്ങളുണ്ട്. ഒരേ സമ്പ്രദായമല്ല സന്യാസത്തിനുമുള്ളത്. അനേകം ആശ്രമങ്ങൾ, വ്യത്യസ്തങ്ങളായ ആശ്രമങ്ങൾ, അവരൊക്കെ അവിടെ വരുന്നു. അപ്പോൾ അവരുടെ ആശ്രമത്തിൻ്റെ വ്യത്യാസമോ പൂജാ സമ്പ്രദായങ്ങളുടെ വൈവിധ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ ആരാധനാ സമ്പ്രദായങ്ങളുടെ വൈവിധ്യമോ ഒന്നും അവിടെ ഒന്നിച്ചു കൂടുന്നതിന് തടസ്സമാകുന്നില്ല. ഇപ്പോൾ ഒരു പൊതു ഹിന്ദു ബോധത്തിൻ്റെ ദൃഷ്ടിയിൽ അവിടെ ഒന്നിച്ചു കൂടുന്നു എന്നുള്ളതാണ്. അത് സാംസ്കാരികമായ കൂടിച്ചേരലാണ്, ആധ്യാത്മികമായ കൂടിച്ചേരലാണ്. ഇതിൽ ഒരു അപകടകരമായ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ മതവും ആത്മീയതയും ഒന്നാണ് എന്നൊരു ധാരണയാണ് ഉള്ളത് പൊതുവെ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ധാരണ. അതുകൊണ്ടാണ് ഹിന്ദു മതം ഉടനെ അതിന് ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. മതവും സംസ്കാരവും രണ്ടാണ്. മതമാണ് ജമാഅത്തെ ഇസ്ലാമി മതരാജ്യം, അല്ലെങ്കിൽ അതുപോലെയുള്ള മത സംഘടനകളുടെ പ്രഖ്യാപനങ്ങളൊക്കെ മതരാജ്യം എന്നുള്ളതാണ്. സംസ്കാരത്തിനൊരു രാജ്യം എന്ന് പറയാൻ പറ്റിയല്ലോ. സംസ്കാരം മനുഷ്യൻ്റെ ജീവിത രീതികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതും പറയുന്നതും അവതരിപ്പിക്കുന്നതും. ഇപ്പോൾ ഒരു ഹിന്ദു ഏകീകരണത്തിന്റെ കാര്യം പറയുമ്പോൾ ശരിയാണ്, തുടക്കത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര വലിയൊരു ജനസഞ്ചയം അങ്ങോട്ടേക്ക് ഒഴുകി എത്തുമെന്നുള്ളത്. നമ്മൾ ദിനവും കണ്ടുകൊണ്ടിരുന്നത് അതാണ്. വളരെ നമ്മൾ എന്താ പറയുക, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജനപ്രവാഹം അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള പൂജാരീതികളും പദ്ധതികളും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു തരത്തിലെ ഏകീകരണം തന്നെയാണ്. അപ്പോൾ ഈ ഏകീകരണം എന്ന് പറയുന്നത് രണ്ടും രണ്ട്, അതായത് ഇപ്പോൾ പറഞ്ഞ ജമാഅത്തെ ആയിക്കോട്ടെ, വേറെ ഏത് അവരുടെ തന്നെ ഏത് വിഭാഗവും ആയിക്കോട്ടെ, അപ്പോൾ അത്തരത്തിലൊരു ഏകീകരണത്തിന് ഇത് ഒരു 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 പിൻ പോയിന്റ് ആയിട്ട് അത് മാറുന്നുണ്ടല്ലോ. അപ്പോൾ അത് വോട്ട് ബാങ്ക് അല്ല എന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലൊരു ഞങ്ങൾ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഞങ്ങൾ സനാതന ധർമ്മ വിശ്വാസികൾ, ഹിന്ദു എന്ന് പറയുന്നതിനൊക്കെ കുറച്ചുകൂടെ പറയുന്നത് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസികളാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് മാറേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ അതിലൂടെ ഒരു മെല്ലെ രാഷ്ട്രീയം, ഒരു ഒളിച്ചു കടത്തലുണ്ട് എന്ന് പറയപ്പെടുന്നതിൽ അതിൽ ശരിയുണ്ടോ? രാഷ്ട്രീയം അങ്ങനത്തെ ആരോപണം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
ഈ പറയുന്ന ഇതര പല രാഷ്ട്രീയക്കാരും മതസംഘടനകളും അവർ നടത്തുന്ന പല പ്രവർത്തനങ്ങളും സത്യത്തിൽ മതം ഒളിച്ച് കടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റ് മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒളിച്ച് കടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർ ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് എന്ന് ഇപ്പം പണ്ട് യൂറോപ്യന്മാർ ഭാരതത്തിൽ വന്നപ്പം അവർക്കില്ലാത്തതും അവർക്കറിയാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കണ്ടപ്പം അവരുടെ ധാരണ ഇത് കേമമാണ് എന്ന് അവർക്ക് അംഗീകരിക്കാൻ മടിയുള്ളത് കൊണ്ട് അവർ തമ്മിൽ അവിടെ കണ്ടതാണ് ഇവിടെ കാണുന്നത്, അഥവാ അവർ ചെയ്തതുപോലെയാണ് ഇവിടെ ചെയ്തത്. അവിടെ അടിമത്തം ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമരസപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. എന്ന് വെച്ചെന്നാൽ തങ്ങളിലും മേലെ അല്ല എന്ന് വരുത്താൻ വേണ്ടി. എന്നതുപോലെ ഈ പറയുന്ന മതസംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ അവർ നടത്തുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും താല്പര്യം ഒന്നുകിൽ അവരുടെ പൊളിറ്റിക്സ് ഒളിച്ചു കടത്താൻ, അല്ലെങ്കിൽ അവരുടെ മത താല്പര്യം ഒളിച്ചു കടത്താൻ. ഈ രണ്ട് താല്പര്യം ഒളിച്ചു കടത്തുന്നത് പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് മാമാങ്കം അഥവാ കുംഭമേള എന്ന് കാരണം അവരുടെ പോലെയാണ് മറ്റുള്ളവരും ചിന്തിക്കുന്നതെന്നാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനല്ല. കാരണം കുംഭമേള ഇപ്പോൾ മഹാമാഘം എന്ന് പറയുന്നത് പുതിയ സംഭവം അല്ല. അവിടെ ഇടക്കാലത്ത് കുറച്ചു കാലം നിന്നു പോയി എന്നുള്ളത് ഒഴിച്ചാൽ അനേകം നൂറ്റാണ്ടുകളായി നടന്നു പോന്നിരുന്ന ഒരു സാംസ്കാരിക സംഗമമാണ്, ആധ്യാത്മിക സംഗമമാണത്. അതെ, അങ്ങനെ ഒരു കാര്യം നിന്നു പോയതാണ്. 2016 അത് ചെറിയ രീതിയിൽ ആചരിക്കപ്പെടുന്നു. പിന്നീട് ഇത്തവണ അത് വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അതിലൊരു എന്താ പറയാ, അതിലൊരു എന്താ പറയുക, ഒളിച്ചു കിടത്തൽ എന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. ആ ഒരു ഏകീകരണം എന്ന് പറയുന്നത്, അതായത് വിവിധ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ചിതറിക്കിടന്നിരുന്ന ഹിന്ദു സമൂഹത്തിന് എല്ലാം തന്നെ ഒരുമിച്ച് അവിടെ കൂടിച്ചേരാനും ഇടകലരാനും വിവിധ സമ്പ്രദായങ്ങളിലുള്ളതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ വൈവിധ്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന, അതായത് ഇപ്പോഴുള്ള ഈ ഒരു രാഷ്ട്രീയ വെല്ലുവിളികളുണ്ടല്ലോ ഇത്തരത്തിലുള്ള, അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ നടത്തിയതുപോലെ. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ട് ആ വാദത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ട്, നാളെ കൊണ്ട് തീരും. ഇത്രയും ദിവസങ്ങളിൽ അവിടെ അനേകം കാര്യപരിപാടികൾ നടന്നിട്ടുണ്ട്. പൂജകൾ, മുമ്പ് പറഞ്ഞതുപോലെ പ്രഭാഷണങ്ങൾ, സത്സംഗങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. ഇതിലെവിടെയെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരെ എതിർക്കാൻ നമ്മൾ ഒന്നിച്ചു കൂടേണ്ടതാണ് എന്നുള്ള ഒരു പരാമർശമെങ്കിലും നടക്കണം. കാര്യങ്ങൾ പരാമർശമില്ലെങ്കിലും ഞാൻ പറയുന്നത് എവിടെയെങ്കിലും, കാരണം അത് ഓപ്പൺ പ്രോഗ്രാമാണ്, ഉള്ളുവഴി നടക്കുന്ന രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ല. അല്ല, മനസ്സിലേക്ക് ഒരു തോട്ട് പ്രോസസ്സ് വരാമല്ലോ. അതെ, ആ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങൾക്കതീതമായി നമ്മൾ ഒന്നാണ് എന്ന ബോധ്യമാണ്. അതായത് സനാതനധർമ്മത്തിൻ്റെ വൈവിധ്യങ്ങളാണ്. വൈവിധ്യം വൈരുദ്ധ്യമല്ല, വൈരുദ്ധ്യമാണെന്ന് സ്ഥാപിക്കാനാണ് കഴിഞ്ഞ കുറേ കാലമായി മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളിൽ പല ജാതികളുണ്ട്, പല സമ്പ്രദായങ്ങളുണ്ട്, പല പൂജാവിധികളുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, പല ദൈവ സങ്കല്പങ്ങളുണ്ട്. ഇതെല്ലാം വിരുദ്ധങ്ങളാണ്, ഒന്നൊന്നിനെതിരാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് നടത്തുന്ന നരേഷൻ. അതിനെ എതിർക്കാനല്ല, അതിനെ അതിജീവിക്കാൻ അത് ഒളിച്ചു കടത്തലല്ല, പരസ്യമായിട്ട് തന്നെയാണ്. അത് പരസ്യമായിട്ട് ചെയ്യുവാണല്ലോ. കാരണം വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി കാണണം എന്നുള്ളതൊരു ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. വാസ്തവത്തിൽ വൈവിധ്യം എന്ന് പറയുന്നത് എന്താ, ഒന്നിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് വൈവിധ്യം എന്ന് പറയുക? വിരുദ്ധങ്ങളാണെന്നോ വ്യത്യസ്തങ്ങളെന്നോ പറയണ്ടേ? ഒന്നിൻ്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളെ പറയുന്നത് വൈരുദ്ധ്യമെന്നും അല്ല. വൈവിധ്യം എന്ന് പറയുമ്പോൾ പോലും സൂക്ഷിക്കണം, അതൊന്ന് തന്നെയാണ്, ഒന്നിൻ്റെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങൾ. ഇപ്പോൾ ഒരു വിത്ത് വൃക്ഷമായി മാറുന്നത് എങ്ങനെയാണ്? വിത്ത് കാണുമ്പോൾ ഒരു ചെറിയ വിത്ത് മാത്രമാണ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു കുരു അല്ലെ അങ്ങനെ എന്തെങ്കിലും സാധനമാണല്ലോ. അത് വൃക്ഷമാകുമ്പോൾ അത് തടിയാകും, വേരാവും, ശിഖരങ്ങളാവും, ഇലയാവും, പൂവാവും, പലതും ആവും. അത് വിരുദ്ധമല്ല. അത് വിരുദ്ധമാണെന്ന് ഉള്ള നരേഷനാണ് കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ചും. ഇത് വിരുദ്ധമല്ല എന്ന് പുനഃപ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നു തന്നെയാണ്, ഒരേ സനാതനധർമ്മത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ കാണുന്നതെല്ലാം എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തിനെങ്കിലും എതിരല്ല, എതിരുമല്ല, ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷനുമല്ല. കാരണം പൊളിറ്റിക്കൽ മോട്ടിവേഷനാണെങ്കിൽ ഇതിന് മുൻപ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ് അതിൽ വരണം. ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ അവിടേക്ക് ക്ഷണിക്കണം. ഈ കുറഞ്ഞ പക്ഷം ഈ പറയുന്ന കപട മതേതരക്കാരെ ക്ഷണിച്ചില്ലെങ്കിലും ഈ BJP എങ്കിലും ക്ഷണിക്കണ്ടേ? അങ്ങനെ ക്ഷണിച്ചിട്ടില്ല.
ഒരു രാഷ്ട്രീയക്കാരെയും അവിടേക്ക് പരിപാടിക്ക് ക്ഷണിച്ചേക്കുന്നത് മുഴുവൻ സന്യാസിമാർ, ആചാര്യന്മാർ, സാംസ്കാരിക പ്രവർത്തകർ മാത്രമാണ്. വേറെ ആരും അവിടെ ഇല്ല. ആർക്കും വരാം. അത് വോട്ടല്ലാത്തതുമാണ്. മുമ്പേ ചോദ്യത്തിൻ്റെ മർമ്മം ഏതെന്ന് ചോദിച്ചാൽ അതിലൊരു വോട്ടിൻ്റെ പാറ്റേൺ ഉണ്ടായിരുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാർ അവിടെ കയറിയിറങ്ങി നിരങ്ങിയനെ. എന്തുകൊണ്ടാണ് അങ്ങനെ മറ്റ് രാഷ്ട്രീയക്കാരും കയറിയിറങ്ങി വരാത്ത? അവിടുന്ന് വോട്ട് കിട്ടാനില്ല എന്നറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകും. കേരളത്തിൽ അത്ര അവസ്ഥ ഞാൻ ഉദാഹരണം പറയുന്നില്ല. പ്രത്യേകിച്ച് തിരുവിതാംകൂർ സൈഡിലൊക്കെ പല സ്ഥലത്തും ഈ ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്നുണ്ട്. മുഴുവൻ സമൂഹത്തിലെ ഹിന്ദുക്കളാണല്ലോ വരുന്നത്, സനാതനധർമ്മികളാണ് വരുന്നത്. അവിടെ പക്ഷേ രാഷ്ട്രീയക്കാർ ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ വേണ്ടില്ല, അവിടെ വന്നിട്ട് നമ്മളെല്ലാം ഒന്നാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു പോകാറുണ്ട്. അവിടേക്ക് രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാതെയും കടന്നു വരും ഇത്തരം സന്ദർഭം. അവരാരും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നാണെങ്കിൽ അവിടെ നിന്ന് വോട്ട് കിട്ടുന്നതിനുള്ള ഒരു പ്രക്രിയ അല്ല അവിടെ നടക്കുന്നത്. വോട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനവുമല്ല അവിടെ നടക്കുന്നത്. രാഷ്ട്രീയമല്ല അവിടെ നടക്കുന്നതെന്ന് പരസ്യമായി കാണുക. ലൈവാണ്, ഒന്നും രഹസ്യമല്ല. അത് ഓപ്പൺ മൈതാനിയിൽ മണപ്പുറത്ത് നടക്കാണ്. ആർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രഹസ്യമായ എന്തെങ്കിലും ഒരു ഒളിച്ചു കടത്തലുണ്ടെങ്കിൽ അതാർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാമല്ലോ. അത്രയും പരസ്യമായിട്ടല്ലേ നടക്കുന്നത്. രഹസ്യമായ ഒരു യോഗം അവിടെ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഒരു മുഴുവൻ ദിവസം അവിടെ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് അന്ന് രാത്രി തീരുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു സന്ദർഭത്തിൽ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ സംസാരിക്കുന്നതും ഒക്കെ ഈ പറയുന്ന നമ്മുടെ സനാതനധർമ്മത്തെ സംബന്ധിച്ച്, സംസ്കാരത്തെ സംബന്ധിച്ചും ഒക്കെയാണ്. അതുകൊണ്ട് അത് ഇതര മതസംഘടന 2-3 കാര്യമാണ്. ഒന്ന്, ഏതെങ്കിലും മറ്റ് ഇതിനെയൊക്കെ എതിർക്കുന്ന മതസംഘടനകൾക്ക് ബദലായ ഒരു കൂട്ടായ്മയല്ല ഇത്. ഈ ഒരു ഏകീകരണം എന്ന് പറയുന്ന ഒരു ചോദ്യം അതിൻ്റെ ഇടയിൽ ഞാൻ കയറാണ്. ഈ ഏകീകരണം ആർക്കെങ്കിലുമുള്ള ഒരു മുന്നറിയിപ്പായിട്ട് മാറും? ഇല്ല, മുന്നറിയിപ്പായിട്ട് മാറുന്നില്ല. കാരണം അതിൻ്റെ ലക്ഷ്യം തന്നെ അതല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ലക്ഷ്യം അതല്ല. അങ്ങ് പറഞ്ഞു വന്നതിലേക്ക് വരാം, ഒടുവിൽ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഇതിൻ്റെ ഒരു ലക്ഷ്യം അതിൻ്റെ ഞാൻ പറഞ്ഞത്, ഒന്ന്, ഇത് ഏതെങ്കിലും ഒരു മത സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കോ അവരുടെ ഒരു കടന്നാക്രമണത്തിനോ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ബദൽ പരിപാടിയല്ല. 2, രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. 3, ഇത് സനാതനധർമ്മത്തെ ഊന്നി നിന്നുകൊണ്ടുള്ള അതിൻ്റെ വൈവിധ്യങ്ങളെയും അതിൻ്റെ സാംസ്കാരികമായ ആശയങ്ങളെയും കണ്ടൻറ്റുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 3, ഇതിനെ തകർത്ത് കളയാനുള്ള എന്നുവെച്ചാൽ സാംസ്കാരികമായി സനാതനധർമ്മത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തെയും തകർക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്നു കേരളത്തിൽ. പ്രത്യേകിച്ചും അത് രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇതിനെ നിലനിർത്തുവാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും അതൊരു അജണ്ട ആയിരുന്നെങ്കിൽ കാലകൂട്ടി ആലോചിച്ച് നടക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ ആരാലോചിച്ചിട്ടാണ് നടക്കുന്നത്? ഇത്രയും വലിയ പരിപാടി, ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന പരിപാടി ഒരു മുൻ പ്ലാനും ഇല്ലാതെ നടക്കുന്നത്. അത് അറിയാമല്ലോ, അത്ര ഒരു പ്ലാന് നടന്നിട്ടില്ല. അങ്ങനെയാണ് കാലകൂട്ടി സംഘടനകൾ കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് അതിനെങ്ങനെയൊക്കെ അതിൻ്റെ കണ്ടൻറ്റ് വേണമെന്ന് കൂടി ആലോചിച്ച് ചെയ്യുമായിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ കാരണം സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന ഒന്നാണ് ഈ സനാതനധർമ്മത്തിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്വയം ഉയർന്നു നിൽക്കാനുള്ള ഒരു ശ്രമമാണ്. അത് സമൂഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഏറ്റവും പുതിയ വാർത്തകൾ, അതും നമ്മൾ അറിയാത്ത വാർത്തകൾ, മറ്റു പലരും പറയാൻ മടിക്കുന്ന വാർത്തകൾ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇന്ത്യ ലൈവിനെ ഉറപ്പായും സഹായിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചാനലിൻ്റെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രൈബ് ബാർ തെളിഞ്ഞു വരും. അവിടെയും ബെല്ലൈക്കണിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക.